പലരും ഇങ്ങനെ യൂട്യൂബിൽ ഇതുപോലെ തന്നെ ചെയ്തു വെക്കുന്നുണ്ട്. ആ ട്യൂട്ടോറിയൽ നോക്കിയിട്ട് ഒരാൾക്ക് ഉണ്ടാക്കിയാൽ ഇത്തരത്തിൽ സക്സസ് ആവില്ല എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്? ലക്ഷങ്ങളൊന്നും അല്ല കേട്ടോ. ഒരെണ്ണം വാങ്ങിയാൽ 2500 മുടക്കി കഴിഞ്ഞാൽ 7,500 രൂപ നമുക്ക് പോക്കറ്റ് മണി ഉണ്ടാക്കാം. ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം കറണ്ട് പോയി കഴിഞ്ഞാലും 8 മണിക്കൂർ ചൂട് നിൽക്കും. എൻ്റെ 1.5 ദിവസം പോയി വിരിഞ്ഞിട്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മളെ ഈ ഒരു ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ, ചേട്ടായിയെ കാണുമ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട് നമ്മൾ എന്താണ് ഇന്ന് പറയാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻക്യുബേറ്റർ, എന്താ പറയുക, ഒരു തെർമോകോൾ ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്നു. അപ്പോൾ ആ ഇൻക്യുബേറ്റർ നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് ഇതിപ്പോൾ ഒരുപാട് യൂട്യൂബിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ തരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് എന്താണ് ഇതൊരു വ്യത്യാസമായിട്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ 100% ഇതിനകത്ത് വിരിയുമെന്ന് അവകാശപ്പെടുന്നത്? 100% വിരിയെന്ന് പറഞ്ഞാൽ അവകാശപ്പെടുന്നത് നമ്മളെ ഒരു അനുഭവമാണ്. നിങ്ങൾ ഒന്ന് കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു സ്ഥാപനത്തിൻ്റെ ഒരു കാര്യം മനസ്സിലായില്ല. ഇതാണ് നമ്മൾ 100% റിസൾട്ടിൻ്റെ ഗുണം കാണുന്നത്. റിസൾട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെയല്ല നമ്മുടെ സ്ഥാപനം. ആ റിസൾട്ട് കൊണ്ടാണ് നമ്മുടെ സ്ഥാപനം ഇങ്ങനെ ആയിരിക്കുന്നത്. കർഷകരാണ് നമ്മളെ കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ കോഴിയുടെയും ഈ ഇൻക്യുബേറ്ററിൻ്റെ ചൂടിനെ കുറിച്ച് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് നമ്മൾ ഇതിനുള്ളത്. നമ്മൾ അതിൻ്റെ പിന്നാലെ കുറേ വർഷങ്ങൾ നമ്മളുണ്ടായിരുന്നു. കുറേ സ്റ്റഡി ഉണ്ട്. കോഴിയും ഇൻക്യുബേറ്ററും കുട്ടികളും അതിൻ്റെ സംബന്ധമായ കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. അത് മനസ്സിലാക്കിയ ശേഷം മാത്രം നമുക്ക് ഈ ഫീൽഡിനകത്ത് ഞാൻ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് പരിചയക്കാർ, ആ ഗ്രൂപ്പിനകത്ത് നമുക്ക് ഞങ്ങളെ കുറിച്ച് കർഷകർ അറിയുന്ന ആ പരിചയക്കാർ എല്ലാവരും ഒരുമിച്ച് നിന്ന കാരണമാണ് നമ്മളിങ്ങനെ എത്താൻ കാരണം. കേരളത്തിലെ ഇടത്തരം കുടുംബങ്ങളുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് കോഴി, താറാവ്, കാട എന്നിവയുടെ പരിപാലനം. പണ്ട് മുതലേ വീട്ടുമുറ്റങ്ങളിൽ കോഴികളെ അടവച്ച് വിരിയിച്ച് വീട്ടമ്മമാർ ഒരു അധിക വരുമാനം കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ രീതിയിൽ വളരെ കുറച്ച് കുഞ്ഞുങ്ങളെ മാത്രമേ വിരിയിച്ചെടുക്കുവാൻ സാധിക്കൂ. ഈ പ്രതിസന്ധിക്ക് പരിഹാരമായാണ് ഇൻക്യുബേറ്ററുകൾ വിപണിയിലേക്ക് എത്തുന്നത്. പക്ഷേ സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത വിലയായിരുന്നു പല ഇൻക്യുബേറ്ററുകൾക്കും. 10,000 വില വരുന്ന ഈ യന്ത്രങ്ങൾ വാങ്ങിയാൽ ആ മുടക്ക് മുതൽ തിരിച്ചു പിടിക്കുവാൻ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ വേണ്ടിവരും. അതിനാൽ തന്നെ വലിയ ഫാമുകൾ നടത്തുന്നവർക്ക് മാത്രമായി ഇൻക്യുബേറ്ററുകൾ പ്രയോജനപ്പെട്ടിരുന്നു. സാധാരണക്കാരായ കർഷകരുടെ ഈ ബുദ്ധിമുട്ടിനൊരു പരിഹാരവുമായി വന്നിരിക്കുകയാണ് പാലക്കാട് വടക്കാഞ്ചേരി സ്വദേശിയായ സന്തോഷ് എന്ന യുവസംരംഭകൻ. ചെറുകിട കർഷകർക്ക് ധൈര്യമായി ആശ്രയിക്കാവുന്ന വളരെ വില കുറഞ്ഞ ഒരു ഇൻക്യുബേറ്റർ നിർമ്മിച്ചു നൽകുകയാണ് സന്തോഷ് ഇപ്പോൾ. ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ വളരെ എക്കണോമിക്കലായിട്ട് ഏകദേശം ഒരു 2,500 രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഇൻക്യുബേറ്റർ സ്വന്തമാക്കാൻ കഴിയുന്നു. വെറുതെ വീട്ടിൽ ഇരുന്ന് ചെറിയ സമയം ഒരുപാട് സമയം, കുറച്ച് സമയം മെനക്കെട്ടുന്ന ഒരു ദിവസം 1/2 മണിക്കൂർ മാക്സിമം ഒരാൾക്ക് ചിലവ് വെച്ച് കഴിഞ്ഞാൽ ഒരു 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു മാസം 7,000-7,500 രൂപ ലാഭം സ്വന്തമായിട്ട് ഉണ്ടാക്കാം. ഓക്കെ. ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം കറണ്ട് പോയി കഴിഞ്ഞാലും 8 മണിക്കൂർ ചൂട് നിൽക്കും. എൻ്റെ 1.5 ദിവസം പോയി വിരിഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ഉണ്ട്, ആലപ്പുഴയിലുണ്ട്. ഞാൻ ആ വീഡിയോ ഞാൻ പക്ഷേക്ക് കാണിച്ചു കൊടുക്കാം. നമ്പറുണ്ട് അദ്ദേഹത്തിൻ്റെ, അതൊക്കെ വിളിച്ച് അവർക്ക് ഓക്കെ ചെയ്ത ശേഷം മാത്രം എൻ്റെ എടുത്താൽ മതി. കാരണം ഞാൻ സത്യസന്ധമായിട്ട് ഇടപെടുള്ളൂ. ഞാൻ 8 മണിക്കൂർ ഗ്യാരണ്ടി കൊടുക്കും. എൻ്റെ 1.5 ദിവസം കറണ്ട് വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ചിലവാണ് 2,500 രൂപ പ്ലസ് കൊറിയയ്ക്ക് 300 ചാർജ്. 2,800 ഉണ്ടെങ്കിൽ ചെറിയൊരു പോക്കറ്റ് മണി വീട്ടിൽ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ വീട്ടിൽ വളരെ വയ്യാത്ത ആളുകൾക്കോ എന്തെങ്കിലും ചെറിയ പോക്കറ്റ് മണി ഉണ്ടാക്കാൻ പറ്റിയ ചെറിയ സംരംഭം. ലക്ഷങ്ങളൊന്നും അല്ല കേട്ടോ. ഒരെണ്ണം വാങ്ങിയാൽ 2,500 മുടക്കി കഴിഞ്ഞാൽ 7,500 രൂപ നമുക്ക് പോക്കറ്റ് മണി ഉണ്ടാക്കാം. 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ 14 രൂപയ്ക്ക് മുട്ട വാങ്ങിക്കഴിഞ്ഞാൽ 200 മുട്ട വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 180 കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ അദ്ദേഹം 60 രൂപയ്ക്ക് കുഞ്ഞുങ്ങൾ വെക്കാം. ഒരു മുട്ടയ്ക്ക് ഒരു കുഞ്ഞിന് 60 രൂപയ്ക്ക് വിറ്റാലും 7,500, 7,800, 8,000 താഴെ ലാഭം നമുക്ക് ഒരു ഇൻക്യുബേറ്ററിൽ നിന്നുണ്ട്. കറണ്ട് ബില്ലും മുട്ടയുടെ കാശും എല്ലാം കഴിഞ്ഞിട്ട് 7,500 ഒരുപാടാവും. ഇല്ലില്ല, മാക്സിമം 100 രൂപ താഴേക്ക് ആവുള്ളൂ. ഞാൻ എൻ്റെ കറണ്ടിൽ ഇവിടെ ഇത്രയും പണിതിട്ട് 250 ബൾബാണ്. അത് ഫുൾ ടൈം വർക്ക് ആവില്ല. അത് ഓട്ടോമാറ്റിക് ഓഫ് ഓൺ ആയിക്കൊണ്ടിരിക്കും. അത് ഫുൾ ടൈം വർക്ക് ആവില്ല. ചെറിയൊരു കറണ്ട് ബില്ല്, ചെറിയൊരു വരുമാന മാർഗം. 7 വർഷങ്ങൾക്ക് മുൻപ് വരെ വടക്കാഞ്ചേരിയിലെ ഒരു ഗുഡ്സ് ഡ്രൈവറായിരുന്നു സന്തോഷ്. 80 താറാമുട്ടകൾ സ്വന്തമായി വിരിയിച്ചെടുത്ത ഒരു അനുഭവമാണ് സന്തോഷിൻ്റെ ജീവിതം മാറ്റിമറിക്കുന്നത്. ഇദ്ദേഹം ആദ്യമായി തെർമോകോൾ വെച്ച് ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കി. അതിൽ മുട്ട വെച്ചതിൻ്റെ വീഡിയോകളൊക്കെ കൂട്ടുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇട്ടു. പലരും ആദ്യം കളിയാക്കുകയാണ് ചെയ്തത്. ഇത് വിജയിക്കില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. കാരണം ഇതുപോലെ യൂട്യൂബ് നോക്കി ഇൻക്യുബേറ്റർ ഉണ്ടാക്കി പരാജയപ്പെട്ട ഒരുപാട് പേരുണ്ടായിരുന്നു. 50% താഴെയാണ് അവരിൽ പലരുടെയും വിജയശതമാനം. ഇടയ്ക്ക് കറണ്ട് പോയാൽ പിന്നെ പറയുകയും വേണ്ട.
എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. സന്തോഷ് അടവച്ച 80 മുട്ടകളിൽ 76 എണ്ണവും വിരിഞ്ഞു. ദിവസങ്ങളോളം വൈദ്യുതി മുടങ്ങിയിട്ടും മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നത് വാട്സപ്പ് ഗ്രൂപ്പിലെ കൂട്ടുകാരെ അത്ഭുതപ്പെടുത്തി. ആരും സന്തോഷിന്റെ വിജയരഹസ്യം ചോദിച്ചില്ല. പകരം അവർ അയാളിൽ നിന്ന് ഇൻക്യുബേറ്ററുകൾ വാങ്ങി പരീക്ഷിച്ചു തുടങ്ങി. ആ വിജയം തന്നെയായിരുന്നു സന്തോഷിന്റെ ഇൻക്യുബേറ്ററുകളുടെ ഏറ്റവും വലിയ പരസ്യം. പതിയെ പതിയെ അത് കർഷകർക്കിടയിൽ പ്രചാരം നേടി. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബോക്സ് ഒരു തെർമോകോൾ ബോക്സാണ്. ഇപ്പം ഇത് പലരും ഇങ്ങനെ യൂട്യൂബിൽ ഇതുപോലെ തന്നെ ചെയ്തു വെക്കുന്നുണ്ട്. ആ ട്യൂട്ടോറിയൽ നോക്കിയിട്ട് ഒരാൾക്ക് ഉണ്ടാക്കിയാൽ ഇത്തരത്തിൽ സക്സസ് ആവില്ല എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്? സക്സസ് ആവില്ല എന്ന് പറയുന്ന കാര്യം നമ്മളിപ്പോൾ ഒരു ഇതിനാണ് തെർമോസാറ്റ് എന്ന് പറയുക. ഇത് ഹീറ്റിംഗ് കൺട്രോൾ എന്ന് പറയും. ഹീറ്റിംഗ് കൺട്രോൾ W12.0 തെർമോസാറ്റാണ്. ഇത് വാങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ 37 യൂട്യൂബ് നോക്കി 37 ഡിഗ്രി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 37 ഡിഗ്രി ചൂട് അതിനകത്ത് കാണില്ല. 40-42 ഡിഗ്രി ചൂടുണ്ടാവും. അതിൽ മീറ്ററിൽ 37 കാണിക്കും. പക്ഷേ യഥാർത്ഥ ചൂട് 40-42 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ 28 ഡിഗ്രി ആയിരിക്കും. നമ്മൾ അതിന് 4 ഭാഗത്തേക്കും 37 ഡിഗ്രി ചൂടാക്കി കൊണ്ടുവരുന്നതാണ് അതിൻ്റെ വർക്ക്. അതാണ് അതിന്റെ സക്സസ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ തെർമോകോളിനകത്ത് 37 ഡിഗ്രി ചൂട് നിൽക്കുന്ന ഒരു സമയം, ആ സമയം കഴിഞ്ഞിട്ട് ഓട്ടോ കട്ടാവുന്നു, പിന്നീട് അതായത് 5 മിനിറ്റിനുള്ളിൽ ഇതിങ്ങനെ കട്ടാവുന്നു. അപ്പൊ പിന്നെ നിങ്ങൾ ഈ 8 മണിക്കൂർ ഇത് എങ്ങനെ ചൂട് നിൽക്കുന്നു? അതിനാണ് നമ്മൾ തെർമോകോൾ എന്നുള്ള സാധനം എന്താണ്. അല്ലെങ്കിൽ ഫ്ലൈവുഡ് കൊണ്ട് ഉണ്ടായിക്കൂടെ? ഫ്ലൈവുഡ് കഷ്ണം ഉണ്ടാക്കി നമുക്ക് എവിടേക്കാണ് സ്ട്രോങ് ആയിട്ട് പെയിന്റ് ഒക്കെ വൃത്തിയായി കൊടുത്തുകൂടെ? സക്സസ് ആവില്ല. തെർമോകോളിന്റെ ആണ് അതിന് ഗുണം, അതാണ് അതിന്റെ പ്രത്യേകത. തെർമോകോളിൻ്റെ ഗുണം അതിൽ കാണിക്കും. അതിൽ ഹാച്ചിങ്ങിന് ഏറ്റവും ബെറ്റർ സാധനം തെർമോകോളിൻ്റെ ബോക്സ് തന്നെയാണ്. അതും ഞാൻ റെഡിമെയ്ഡ് അല്ല ഞാൻ ഉപയോഗിക്കുന്നത്. റെഡിമെയ്ഡ് ഹൈറ്റ് കൂടുതലാണ്. എനിക്ക് എൻ്റേതായ ഹൈറ്റും നീളം വീതിയും നമ്മളിവിടെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. റെഡിമെയ്ഡ് ബോക്സ് എൻ്റെ കയ്യിലുണ്ട്. ഞാനത് എനിക്ക് എൻ്റെ മനസ്സ് തൃപ്തിയാവില്ല. നമ്മൾ കടയിൽ ഷീറ്റ് മുറിച്ച് കട്ട് ചെയ്ത് എൻ്റേതായ ഹൈറ്റും നീളം എല്ലാം കൂടി അതിൽ കൊടുക്കുന്നതാണ് ചെയ്യുന്നത്. എന്താണ് സന്തോഷിന്റെ ഇൻക്യുബേറ്ററിനെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? 90% മുകളിലാണ് ഇതിൻ്റെ വിജയനിരക്ക്. ഇൻക്യുബേറ്ററിനുള്ളിലെ താപനില 37 ഡിഗ്രിയിൽ കൃത്യമായി ക്രമീകരിക്കണം. പക്ഷേ മിക്കവരുടെയും സംശയം ബോക്സിൻ്റെ 4 വശത്തും ഒരേപോലെ ചൂട് നിലനിർത്താൻ സാധിക്കുമോ എന്നതാണ്. എങ്കിൽ മാത്രമേ എല്ലാ മുട്ടകളിലും ഒരുപോലെ ചൂട് ലഭിക്കുകയുള്ളൂ. ആ താപനിലയുടെ കൃത്യമായ കാലിബ്രേഷൻ, അതാണ് സന്തോഷിൻ്റെ ട്രേഡ് സീക്രട്ട്. കഴിഞ്ഞ 7 വർഷത്തെ അനുഭവം കൊണ്ട് അദ്ദേഹം നേടിയെടുത്ത അറിവാണത്. എന്നാൽ ഇൻക്യുബേറ്ററിൽ 95% വരെ വിജയം നേടാൻ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനം മുട്ട തിരഞ്ഞെടുക്കൽ തന്നെയാണ്. പൂവൻ കോഴിയുള്ള കൂട്ടത്തിലെ മുട്ടകൾ മാത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത്. മുട്ടകൾക്ക് 7 ദിവസത്തിൽ കൂടുതൽ പഴക്കവും പാടില്ല. ഇവ തയ്യാറാക്കുന്ന രീതിയിലും ചെറിയ പ്രത്യേകതകളുണ്ട്. അത് ചീത്തയാവാതിരിക്കാനാണ്, ഇൻക്യുബേറ്റർ ചീത്തയാവാതിരിക്കാനാണ് ന്യൂസ് പേപ്പർ ഇരിക്കുന്നത്. അപ്പോൾ ഈ വിരിയുമ്പോൾ ബ്ലഡൊക്കെ ഉണ്ടാകുമ്പോൾ വീണ്ടും മുട്ട വയ്ക്കുമ്പോൾ ഇൻഫെക്ഷൻ ആകാതിരിക്കാനാണ് നമ്മൾ പേപ്പർ വെക്കുന്നത്. ഷീറ്റ് 1-2 ഷീറ്റ് വെച്ചാൽ കുഴപ്പമില്ല, 2 ആഴ്ച കുഴപ്പമില്ല. അപ്പോൾ വിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഷീറ്റ് എടുത്ത് മാറ്റിയ പ്രശ്നം കഴിഞ്ഞു. പിന്നെ ഇത് 2ാം പ്രാവശ്യം വെക്കുമ്പോൾ ഇൻഫെക്ഷൻ ആകാതിരിക്കാൻ ഈ അടുത്ത കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻ ആകാതിരിക്കാൻ എന്ത് അറിയോ, അണുവിമുക്തമാക്കുക പറയും. അതെങ്ങനെയാണ് അറിയാം അണുവിമുക്തമാക്കുക? ജസ്റ്റ് ഒന്ന് ഡെറ്റോൾ സ്പ്രേ ചെയ്യുക, ജസ്റ്റ് ഒന്ന് വെയിലത്തും വെച്ചാൽ അതിൻ്റെ ബാക്ടീരിയകൾ നശിക്കും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കൈ കൊണ്ട് മുട്ട തിരിക്കുന്നത്, ഇതൊരു യഥാർത്ഥമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ട തിരിക്കുന്നത് കൈ അടക്കം ഡെറ്റോളിട്ട് വാഷ് ചെയ്തിട്ട് വേണം മുട്ടയിൽ തൊടാൻ. അങ്ങനെയാണ് ഇതിൻ്റെ യഥാർത്ഥ സംഭവം. അപ്പോൾ ഡെയിലി ഇങ്ങനെ തിരിച്ചു കൊടുക്കണ്ടേ മുട്ട? ജസ്റ്റ് ഒന്ന് നനക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ വേറെ കാര്യം ചെയ്യട്ടെ, ഇതിനകത്ത് നമ്മൾ വെള്ളം വെക്കണമെന്ന് പറഞ്ഞില്ലേ, ഈ വെള്ളം മാറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ട്? വെള്ളം കഴിയുമ്പോൾ വെച്ച് കൊടുക്കുക. എങ്ങനെ? വെള്ളം കഴിയാറുമ്പോൾ വെച്ച് കൊടുത്താൽ മതി. ഓ, അത് കുറയും. 2 ദിവസം കൂടുമ്പോൾ കുറയും. അപ്പോൾ ഒന്ന് വെച്ച് കൊടുക്കുക. അല്ല, ആ ഇതിൻ്റെ മറ്റേ കുപ്പി ഇങ്ങനെ കട്ട് ചെയ്ത് കുപ്പി കട്ട് ചെയ്യുക. ഒരു അടിയിൽ നിന്ന് ചൂണ്ട വല്ല ഹൈറ്റ് കട്ട് ചെയ്യുക. ഒരുപാട് ഹൈറ്റ് പാടില്ല, ചെറിയ ഹൈറ്റിൽ പാടില്ല. അത് കട്ട് ചെയ്തിട്ട് കറക്റ്റ് വെള്ളം ഫാനിൻ്റെ തൊട്ട് താഴെ വയ്ക്കുക. വെള്ളം ഫാൻ തിരിയുമ്പോൾ ചെറിയ ഈർപ്പല് മുട്ടയ്ക്ക് അടിക്കുള്ളൂ. ആ മുട്ടയ്ക്കല്ല, ബോക്സിനുള്ളിലേക്ക് ചെറിയ ഈർപ്പുണ്ടാവും. ആ ഈർപ്പമാണ് നമുക്ക് മുട്ടയ്ക്ക് കോഴിയുടെ താപനില കിട്ടുന്നത്. ഈർപ്പം മാറാൻ വേണ്ടിയിട്ട് ഈ വെള്ളം വെച്ചു, ചെറിയ ഈർപ്പം. ആ വെള്ളം അങ്ങനെ വെക്കുന്ന സമയത്ത് അതിനകത്ത് അത് പഴകും തോറും അതിനകത്ത് അണുക്കളുണ്ടാവില്ലേ? ഒന്ന് ഇടയ്ക്കൊന്ന് മാറ്റിയാൽ മതി. ഒന്ന് വൃത്തിയാക്കി കുപ്പി കഴുകുക, ഒന്ന് മാറ്റിയാൽ മതി. സാധാരണ വൃത്തിയിൽ കുഴപ്പമില്ല. ഉണ്ട് അണുക്കൾ വിരിഞ്ഞ് കഴിയുമ്പോൾ അണുക്കൾ വരിക. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ ഏതാണ്ട് 21 ദിവസങ്ങൾ കൊണ്ട് കോഴിമുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളാവും. താറാവ് മുട്ട വിരിയുവാൻ 28 ദിവസവും, കാടമുട്ടയ്ക്ക് വേണ്ടത് 18 ദിവസവും. ഒരു സാധാരണ ഡ്രൈവറിൽ നിന്ന് 100 കണക്കിന് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സംരംഭകരിലേക്കുള്ള സന്തോഷിന്റെ വളർച്ച ഏതൊരാൾക്കും പ്രചോദനമാണ്. ആർക്കും അനുകരിക്കാവുന്ന ഒരു വിജയ മാതൃകയാണ് സന്തോഷ് എന്ന ഈ യുവ സംരംഭകൻ.
എന്തായാലും പാലക്കാട്ടെ വടക്കാഞ്ചേരിയിലെത്തിയ ഒരു അടിപൊളി കാഴ്ച നിങ്ങളെ കാണിച്ചതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് കട്ടപ്പനയ്ക്ക് പോവുകയാണ്. ഒരു സന്തോഷവാനായ മനുഷ്യൻ, അതാണ് സന്തോഷ് ചേട്ടൻ. അദ്ദേഹത്തെയാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെട്ടത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെയും ഭാര്യയ്ക്കും ഒരു നല്ല സ്ഥിര വരുമാനം നേടിയതിനൊപ്പം 2 പേർക്ക് തൊഴിൽ നൽകാൻ ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, കേരളത്തിലുടനീളമുള്ള ഒരുപാട് കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന വളരെ എക്കണോമിക്കലായ രീതിയിൽ ഇൻക്യുബേറ്റർ നിർമ്മിച്ചു നൽകാനും ഈ കർഷകന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 7 വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം ഈ ഒരു മേഖലയിൽ ഉണ്ടാക്കിയെടുത്ത വലിയൊരു വിപ്ലവകരമായ മാറ്റമാണ്. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെട്ടത്. എന്തായാലും ഈ എപ്പിസോഡ് കണ്ട നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യം കൂടി സന്തോഷ് ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആ ഷെയർ ചെയ്ത കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. ആ സ്ക്രീൻഷോട്ടിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന 5 പേർക്ക് 100 മുട്ട അടവയ്ക്കാവുന്ന ഇൻക്യുബേറ്റർ ഒരെണ്ണം സൗജന്യമായി നൽകും. അത് നിങ്ങളുടെ അഡ്രസ്സ് നൽകുകയാണെങ്കിൽ അവിടെ അദ്ദേഹം കൊറിയർ ചെയ്ത് നൽകുന്നതായിരിക്കും. തുടർന്ന് നിങ്ങൾക്കതിൽ ഒരു പരീക്ഷണം, ഇത്തരത്തിൽ മുട്ടകൾ വെച്ച് വിരിയുമോ ഇല്ലയോ എന്ന് പരീക്ഷണം നടത്തി പറയാവുന്നതുമാണ്. എന്തായാലും ആ ഒരു കാര്യം കൂടി സന്തോഷ് ചേട്ടൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് ഏറെ ഗുണകരമാകുന്ന, ഏറെ ഫലപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായി കാണാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ ഇവിടെ പറയുന്നു. ഐ ആം ജോബിൻ കമാണി, സൈനിങ് ഫ്രം മകരക്കൊയ്ത്ത്.